കഴിഞ്ഞ ദിവസം ഞാനെനിക്ക് ഒരു നൈറ്റി പീസ് വെച്ച് ഒരു അംബർല തയ്ക്കാൻ വേണ്ടി ഒരു തുണി കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിന്ന് അതൊന്ന് തയ്ക്കാമെന്ന് വിചാരിച്ച്. അതിനു വേണ്ടി ഞാനാണെങ്കിൽ കഴുത്തൊക്കെ ആണെങ്കിൽ സ്റ്റിഫേൽ വെട്ടിയെല്ലാം വെച്ച് തയ്ക്കുന്നത്. അപ്പം ഞാൻ തുണിയിലാണെങ്കിൽ പിന്നെ കഴുത്ത് വെട്ടിയതാണെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് തയ്ച്ച്, എന്നിട്ട് പിന്നെ കഴുത്തിൻ്റെ സെൻറ്റർ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്ത്, കാരണം സെൻറ്റർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി തുണിയുടെ സെൻറ്ററും പിന്നെ കഴുത്തിൻ്റെ സെൻറ്ററും കൂടെ വെച്ചിട്ട് ഞാൻ പിന്ന് കുത്തും. കാരണം കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്ന് കുത്തുന്നത്. ഒരു 3 പിന്ന് കുത്തും, 2 സൈഡിലും നടുക്കുമായിട്ട് ഓരോ പിന്ന് കുത്തി വെക്കും. എന്നിട്ട് കഴുത്തിൻ്റെ ഉൾവശം തയ്ച്ച് അതാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് നിർത്തിക്കൊണ്ട് ഞാനത് വെട്ടിയെല്ലാം എടുക്കും. തയ്ക്കുക, പിന്നെ കഴുത്തിൻ്റെ ഉൾവശം ഒന്ന് തയ്ക്കാം. കഴുത്തിൻ്റെ ഉൾവശം തയ്ച്ചെടുത്തിട്ടുണ്ട്. കുത്തിവെച്ച മുട്ടസൂചി എല്ലാം ഊരി ഞാനെടുത്ത്, എന്നിട്ട് അതിന് ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് ഒരു 1/4 ഇഞ്ച് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യണം. അല്ലെങ്കിൽ സ്റ്റിച്ച് അങ്ങ് വിട്ടു പോകുമോ അടുപ്പിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സൂക്ഷിച്ചില്ല കട്ട് ചെയ്തില്ലെങ്കിൽ അത് പോകും. കാരണം ഒത്തിരി നല്ല പ്രൊഫഷണൽ തയ്യക്കാരിയൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പെയ്യെ ചെയ്യുന്നത്. കാരണം എവിടെയെങ്കിലും പലവട്ടം എനിക്ക് അങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വെട്ടുന്ന കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി, പിന്നെ ആദ്യം മുതലൊക്കെ അഴിച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഇനി ഓരോ സ്റ്റിച്ചേ കൊള്ളാതെ ഓരോ കട്ടിങ് കൊടുക്കണം. എന്നാലേ കഴുത്തിൻ്റെ തുണി നല്ലതായിട്ട് ഒരുപോലെ എന്ന് വെച്ചാൽ ആ റൗണ്ടിൽ നമ്മൾ ഏത് ഷേപ്പിലാണോ കഴുത്തെടുത്തത് ആ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തിരിഞ്ഞ് വരത്തുള്ളൂ തുണി. ഓരോ കട്ടിങ് കൊടുത്തില്ലെങ്കിൽ അത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചുളുങ്ങിയൊക്കെ ഇരിക്കും. തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാം നല്ലതായിട്ടെല്ലാം പിടിച്ചൊക്കെ വെച്ച് ഒക്കെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് സ്റ്റിച്ചൊക്കെ അഴിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യണം. അതൊരു മെനക്കെട്ട പണിയാണ്. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഞാനൊരു ആലിലെ ഷേപ്പ് ആയില്ലെങ്കിലും വേറെ അതുപോലൊക്കെ ഏകദേശം വരുന്ന ഒരു ഷേപ്പാണ്. ആ ഷേപ്പിൽ ഞാൻ വെട്ടി എല്ലാ മെയിൻ തുണിയിലാണെങ്കിൽ തയ്ച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുക. കാരണം അത്രയും കൂടെ ഫ്രണ്ട് കഴുത്ത് തയ്ക്കുന്നതിന് തന്നെ ഇച്ചിരി പാടുണ്ടല്ലോ. അപ്പോൾ അത്രയും വീഡിയോ ലെന്താവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്യുക. അത് ഫ്രണ്ട് ബാക്ക് കഴുത്തിൻ്റെ തുണി ഫ്രണ്ട് കഴുത്തിലോട്ട് വെച്ച് ജോയിൻ ചെയ്യുക. അന്നേരം ഈ തുണിയൊക്കെ ഇങ്ങനെ ഷോൾഡറിൻ്റെ അകത്ത് തയ്യൽ ഇങ്ങനെ മേലോട്ട് നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ അത് നല്ലതായിട്ടിരിക്കും, തയ്യലൊന്നും കാണാതെ ഒക്കെ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നൂലിങ്ങനെ ചില സമയത്ത് ചിലതങ്ങനെ പിന്നെ 2 തുണി കൂടെ കൂട്ടി പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ തുണി ഇങ്ങനെ ഒരു സ്റ്റിച്ചൊക്കെ മേളോട്ട് അതിൻ്റെ നൂലുമൊക്കെ ഇങ്ങനെ മേളോട്ടിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ വരത്തില്ല. എല്ലാവരും നല്ലതായിട്ട് തയ്ക്കുന്നവരുണ്ടാവും. എന്നാലും ഇത് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഞാനൊരു ചെറിയതായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്താലേ എനിക്ക് വീണ്ടും വീഡിയോ ഇടാനൊരു ഉന്മേഷം കിട്ടത്തുള്ളൂ. ഇപ്പം എൻ്റെ യൂട്യൂബൊക്കെ ആണെങ്കിൽ ചാനലിന് 3 മാസമായെങ്കിലും അങ്ങോട്ട് ആക്റ്റീവായിട്ടില്ല. എൻ്റെ ഫോണിൻ്റെ ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട്, അത് വേറെ കാര്യം. ഫോണിന് ക്ലാരിറ്റിയൊക്കെ കുറവാണ്. പിന്നെ എൻ്റെ സംസാരം ഇച്ചിരി ഇതാണ്. അപ്പം നമ്മൾ ഓരോ വീഡിയോ എടുക്കുന്ന നല്ല കണ്ടൻറ്റൊക്കെ ആണെങ്കിലേ കിട്ടത്തുള്ളൂ. എങ്കിലും ഒരു ഇച്ചിരിയും കൂടെയൊക്കെ സപ്പോർട്ട് കിട്ടിയാൽ നല്ലതായിരുന്നെന്ന് ഞാനങ്ങ് വിചാരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
പിന്നെ കഴുത്തൊക്കെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. കൈയും ഒക്കെ വെച്ച് എല്ലാം ഇനിയിപ്പോൾ ഫൈനൽ ലുക്ക് കാണിക്കാം. കാരണം ഒത്തിരി ഡീറ്റെയിലായിട്ട് വീഡിയോ എടുക്കാനും ആളില്ല. മോള് പഠിക്കാൻ പോയി. ഇത്രയും നേരം മോളായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം മോൾക്ക് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് മോള് അങ്ങ് പോയി. അപ്പം എനിക്ക് ഒത്തിരി വീഡിയോ എടുക്കാനൊന്നും ഇല്ല. പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കാണിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, തയ്ക്കുന്നതെല്ലാം കാണിച്ചെടുക്കാൻ. കുറച്ചൊക്കെ കൈയൊക്കെ തയ്ക്കുന്നത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതാണ്. മോള് പഠിക്കാനുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും വരുത്തൊന്നുമില്ല. അടിവശം എല്ലാം ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫൈനൽ ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.